നമ്മുടെ കുട്ടിക്കാലത്തേക്കൊരു യാത്ര പോയാലോ? പുളിമിഠായി കഴിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. എന്നാൽ തുടങ്ങിയാലോ? ഇതിനായി 1/2 കപ്പ് പുളി പിഴിഞ്ഞെടുത്തത്, 1/2 കപ്പ് ശർക്കര, കുറച്ച് വെള്ളം, 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര. ആദ്യം നമുക്ക് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായി ഈ 1/2 കപ്പ് ശർക്കരയും അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണം. ശർക്കര ഇപ്പോൾ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. നന്നായി മെൽറ്റായ ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതേ പാത്രത്തിലേക്ക് വീണ്ടും ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇതിനോടൊപ്പം 1/2 കപ്പ് പുളി പിഴിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 മണിക്കൂർ പുളി വെള്ളത്തിൽ കുതിർത്ത ശേഷമാണ് പിഴിഞ്ഞെടുത്തത്. അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ പുളിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ടത് പിഴിഞ്ഞെടുക്കാം. ഇതൊന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നമ്മുടെ പുളിമിഠായി ഇത്തിരി സ്റ്റിക്കി ആയിട്ടിരിക്കും. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കണം. ഒരു കുഞ്ഞു കവറിൽ ഇത്തിരി ലിക്വിഡ് ആയിട്ടുള്ള പുളിമിഠായി ഉണ്ടായിരുന്നല്ലോ, അത് ഈ കൺസിസ്റ്റൻസി ആവുമ്പോഴാണ്. ഒരല്പം കൂടെ നമുക്ക് കുറുക്കിയെടുക്കാനുണ്ട്. ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള പോലെ ആക്കിയെടുക്കാം. മുഴുവനായി ചൂടാറുന്നതിന് മുമ്പേ റെഡിയാക്കി എടുക്കണേ. ബാക്കിയുള്ളതെല്ലാം ഞാൻ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പഞ്ചസാരയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇങ്ങനെയുണ്ട് കൂട്ടുകാരെ, നമ്മുടെ പുളിമിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ.